ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഈദൊക്കെ വരികയാണ്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഈദ് മുബാറക്. അപ്പോൾ ഈദ് സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റാഫെല്ലോ കേക്ക് പുഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കേക്ക് അല്ല, അതുപോലെ തന്നെ പുഡിംഗ് അല്ല, രണ്ടിൻ്റെ ഇടയിൽ വരുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കോക്കനട്ടിൻ്റെ ഫ്ലേവറും അതുപോലെ ബദാമിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഞാൻ മുന്നേ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കും കൊടുക്കാം. അതുപോലെ ഇതിനുപയോഗിച്ച സ്പോഞ്ച് കേക്കും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലുള്ളൊരു കേക്ക് വേണം. ഇതൊരു വാനില സ്പഞ്ച് കേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ മുമ്പേ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഗ്ലെസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓവൺ ഇല്ലാത്തവർക്ക് കുക്കറിൽ ചെയ്യുന്ന മെത്തേഡും അതുപോലെ തന്നെ സോസ് പാനിൽ ചെയ്യുന്നതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കുക ഫസ്റ്റിൽ. അതിനുശേഷം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വേണം. ഇതിൽ കുക്കിംഗ് ഒന്നും ഒരുപാട് കാര്യമായിട്ടൊന്നുമില്ല. ജലാറ്റിനും ചൈനാഗ്രാസൊന്നും വേണ്ട. ഞാൻ ഇവിടെ ഒരു 3/4 കപ്പോളം വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തത്, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം അതുപോലെ മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കുറച്ച് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വെക്കുകയാണ്. മുകളിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനാണ്. നോസിലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ. ഇനി നമുക്ക് ഈ ഒരു ക്രീമിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കണം. ഒരു 1/2 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം. നിങ്ങൾക്കിത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തേങ്ങ വെച്ചിട്ട് തയ്യാറാക്കാം. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ തേങ്ങയുടെ സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ പീസായിട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 15 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തു. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1/2 കപ്പും ആ ഒരു 1/4 കപ്പ് ബദാം പൊടിച്ചതും കൂടി നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം, ഒരുപാട് വേണ്ട, ഒരു 3-4 ഡ്രോപ്പ് മതിയാവും, വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇനി നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ഈ ഒരു സ്പഞ്ച് കേക്ക്, അത് ഈ ഒരു ട്രേയിൽ നന്നായിട്ട് അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ബേസായിട്ട് ഈ ഒരു കേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് തിളപ്പിച്ച് ആറിയതാണ്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം 1 കപ്പ് പാലിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് തന്നെ നനഞ്ഞിരിക്കണം കേക്ക്. ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫാസ്റ്റായിട്ട് കാണിച്ചതാണ്. ഞാൻ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പുഡിംഗ് ട്രേയുടെ സൈസിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു ലെയർ നന്നായിട്ട് തന്നെ വിപ്പിംഗ് ക്രീമും നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ബദാമും കൂടിയിട്ടുള്ള മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നെക്സ്റ്റ് ലെയർ ഈ ഒരു കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഏകദേശം. പക്ഷേ നമ്മൾ ഈ ഒരു റാഫെല്ലോ കേക്കിൽ സാധാരണ ബദാം പൗഡർ ചേർത്തിട്ടാണ് അതിൻ്റെ സ്പഞ്ച് കേക്ക് കൂടി ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ട് വാനിലയുടെ പ്ലെയിൻ ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ്.
അപ്പോൾ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് ആ ഒരു സെയിം ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് പുഡിങ് തന്നെയാണ്. അപ്പോൾ മുകളിൽ സിമ്പിളായിട്ട് നോസിലൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്തിട്ട് ഒന്നങ്ങ് വലിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതിനുശേഷം ഞാൻ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് ബദാം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിക്കാതെ ഒരു 10 മണിക്കൂറെങ്കിലും ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ ഇതുപോലെ ഒരു ചുവന്ന നിറത്തിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്